ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഒരു 3 മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ചെറിയ പച്ചമുളക് അരിഞ്ഞതും ചെറിയ കഷ്ണം ഒരു ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വഴന്ന് വരുന്ന സമയത്ത് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1/2 കിലോ ബീഫ് ഉപ്പും അല്പം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ് വെന്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിനൊരു അല്പം വെള്ളമയം കാണും. അത് നമുക്ക് ഉരുട്ടിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതും ചേർത്ത് കൊടുത്ത് ഞാൻ ഇത് കറക്റ്റ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കോട്ട് ചെയ്യാൻ വേണ്ടുന്ന ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് മുട്ടയുടെ മിക്സിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാനിങ്ങനെ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ അല്പം എണ്ണ പുരട്ടിയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമനുസരിച്ച് പിന്നെ എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലൊക്കെ ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്ത് ഒരു ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല എയർ ടൈറ്റായ നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാമെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കട്ട്ലേറ്റാണ്. ഏത് കട്ട്ലേറ്റും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ട് എല്ലായിടത്തും ഒരല്പം എണ്ണ തട്ടിയൊന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇത് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റിയായ കട്ട്ലേറ്റാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. അങ്ങനെ ഞാൻ ആവശ്യമുള്ളതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കൂടെ കുറച്ച് ടൊമാറ്റോ സോസോ ചിലർക്ക് സവാള ഇഷ്ടമാണ്. സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് അതിലും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ കട്ട്ലേറ്റൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ചെയ്യാനൊരു ഉത്സാഹം തരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതാണെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും ഒക്കെ പറയണം. എങ്കിലേ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ട കട്ട്ലേറ്റ് വറുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ളതോടുകൂടി ഞാൻ വറുത്തെടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ
എണ്ണയിൽ മുക്കി മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയതിന് ശേഷം ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ ഇതേപോലൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ വെക്കുകയാണ്. ആവശ്യമനുസരിച്ച് പിന്നെടുത്തത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.